നമസ്കാരം. 10ാം ക്ലാസ് പരീക്ഷാഫലം വരുന്ന ആ ദിവസങ്ങളിലെ നമ്മുടെ വീടുകളിലെ അവസ്ഥ നിങ്ങൾക്കൊന്ന് ഓർത്തു നോക്കാൻ പറ്റുമോ? സത്യം പറയാനല്ലോ, കുട്ടികൾ എങ്ങോട്ടോ വലിയൊരു യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, അതോ ഹ്യൂമാനിറ്റീസ് വേണോ, ആകെ ബഹളമായിരിക്കും അല്ലേ? പക്ഷേ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ കരിയർ തിരഞ്ഞെടുപ്പിനെ അങ്ങനെ ഒരു വലിയ യുദ്ധമായല്ല കാണാൻ പോകുന്നത്. മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ കഴിവും മനോഭാവമൊക്കെ വെച്ച് നടത്തുന്ന വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു മാച്ച് മേക്കിംഗ് പ്രക്രിയയാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ, നിങ്ങൾ ശരിക്കും ഒരു കരിയർ തിരഞ്ഞെടുക്കുകയാണോ, അതോ എന്തിൽ നിന്നെങ്കിലും ഒളിച്ചോടുകയാണോ? ഭൂരിഭാഗം കുട്ടികളും തങ്ങളുടെ കരിയർ തീരുമാനിക്കുന്നത് ഒരു എലിമിനേഷൻ അല്ലെങ്കിൽ ഒഴിവാക്കൽ രീതിയിലൂടെയാണ്. അതായത്, എനിക്ക് കണക്ക് കണ്ടാൽ തീരെ പിടിക്കില്ല, ഫിസിക്സ് തലയിലേ കയറില്ല, അതുകൊണ്ട് ഞാൻ കൊമേഴ്സ് എടുക്കുന്നു എന്ന ചിന്ത. ഒന്നാലോചിച്ചു നോക്കിയേ, ഇത് ശരിക്കും ഒരു കരിയർ തിരഞ്ഞെടുപ്പാണോ? ഒരിക്കലുമല്ല, ഇതൊരു ഒളിച്ചോട്ടമാണ്. ഈ ഒഴിവാക്കൽ രീതി വളരെ അപകടകരമാണ് കേട്ടോ. അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഇന്നത്തെ ഈ വിശദീകരണം നിങ്ങളെ സഹായിക്കും. കരിയറിലെ ഒളിച്ചോട്ടം, ട്രെൻഡുകൾക്ക് പിന്നാലെയുള്ള പോക്ക്, ജീവിതശൈലിയിലെ പൊരുത്തക്കേടുകൾ, പിന്നെ യുക്തിസഹജമായ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാം, എന്താണ് ഈ ഗോൾഡൻ ഹാൻഡ്കഫ്സ് എന്ന പ്രശ്നം, ഒടുവിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കരിയർ എങ്ങനെ കണ്ടെത്താം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, കരിയറിലെ ഈ ഒളിച്ചോട്ടം തന്നെ ആകാം. അതായത്, ഭയം കൊണ്ട് മാത്രം നമ്മൾ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ. 10ാം ക്ലാസ് കഴിയുമ്പോഴുള്ള ആ വലിയ ആശയക്കുഴപ്പമുണ്ടല്ലോ, അവിടെയാണ് ഭയത്തിന്റെ പേരിൽ പലരും വലിയ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നോക്കൂ, പലരും ഈ കണക്ക് എന്ന ഭീകരരൂപിയെ പേടിച്ച് നേരെ കൊമേഴ്സ് എന്ന സുരക്ഷിത താവളത്തിലേക്ക് ഓടിക്കയറാറുണ്ട്. പക്ഷെ അവിടെ ചെന്ന് അക്കൗണ്ടൻസി പുസ്തകം തുറക്കുമ്പോഴാണ് ആ വലിയ സത്യം അവർ മനസ്സിലാക്കുന്നത്. അവിടെയും കണക്കുണ്ട്, രൂപം മാറിയെന്ന് മാത്രം. സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ മാറി ബാലൻസ് ഷീറ്റുകൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വിഷയത്തോടുള്ള വെറുപ്പ് വെച്ചുകൊണ്ട് മാത്രം അടുത്തൊരു വിഷയം തിരഞ്ഞെടുക്കരുത്. പകരം നമ്മൾ നോക്കേണ്ടത് മാച്ച് മേക്കിംഗ് രീതിയാണ്. എനിക്ക് ഈ പുതിയ വിഷയം പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ശേഷിയുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. അതാണ് ഏറ്റവും നിർണായകം. ഇനി രണ്ടാമത്തെ പ്രശ്നം, ട്രെൻഡുകളും നൈസർഗിക കഴിവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ഒപ്പം ഈ സ്കോപ്പ് എന്ന വലിയൊരു മിഥ്യയും. സ്വന്തം കഴിവ് എന്താണെന്ന് പോലും നോക്കാതെ അന്ധമായി ഈ ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്നത് വലിയ അപകടമാണ് സുഹൃത്തുക്കളെ. അയൽപക്കത്തെ ചേട്ടൻ ഗൾഫിൽ പോയി പണമുണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കാനഡയ്ക്ക് പറക്കുന്നതുകൊണ്ടോ മാത്രം നമ്മളും ആ വഴി തിരഞ്ഞെടുക്കാൻ പാടില്ല. ഒരു ഉദാഹരണം പറയാം. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായി വളരെ പെട്ടെന്ന് ഇടപഴകുന്ന ഒരു വായാടിയെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു എന്ന് കരുതുക. കമ്പ്യൂട്ടറിന് മുന്നിൽ ഒറ്റയ്ക്ക് മണിക്കൂറുകളോളം യാതൊരു ആശയവിനിമയവുമില്ലാതെ കോഡിംഗ് ചെയ്യേണ്ടി വരുമ്പോൾ ആ വ്യക്തി ശരിക്കും ശ്വാസം മുട്ടിപ്പോകും. ശരിയല്ലേ? എന്നാൽ ഇതേ വ്യക്തി ഒരു വക്കീലോ അധ്യാപകനോ അല്ലെങ്കിൽ ഒരു PR ഓഫീസറോ ആയിരുന്നെങ്കിലോ, അവരുടെ ആ സംസാരശേഷി അവിടെ പൊന്നുവിലയുള്ള ഒരു നൈസർഗിക കഴിവായി മാറിയനെ. അതുകൊണ്ട് എപ്പോഴും ഈയൊരു തത്വം മനസ്സിൽ വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ആയുധത്തിന് പറ്റിയ യുദ്ധത്തിനാണ് നിങ്ങൾ പോകേണ്ടത്. അല്ലാതെ ചുമ്മാ ഒരു യുദ്ധം കണ്ടിട്ട് അതിനു പറ്റിയ ആയുധമുണ്ടാക്കാൻ നിൽക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? കോഴ്സിനല്ല സ്കോപ്പ് വേണ്ടത്, അത് പഠിക്കുന്ന വ്യക്തിക്കാണ്. ഒരാൾക്ക് ശോഭിക്കാൻ കഴിയാത്തൊരു കോഴ്സിന് ലോകത്തെവിടെ സ്കോപ്പുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം, ജീവിതശൈലിയിലെ പൊരുത്തക്കേടുകൾ, അല്ലെങ്കിൽ ഡെസ്കിനപ്പുറമുള്ള ചില യാഥാർത്ഥ്യങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഒരു ജോലിയെന്നത് കേവലം ഒരു പദവി മാത്രമല്ല. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതശൈലിയെയും ദീർഘകാല മാനസികാവസ്ഥയെയും തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓഫീസ് വിട്ടാൽ തീരുന്നതല്ല ഈ ജോലി നൽകുന്ന മാനസികാവസ്ഥ. നോക്കൂ, യാത്രകളെ വല്ലാതെ പ്രണയിക്കുന്ന ഒരാൾ വെറുമൊരു സ്ഥിര വരുമാനം മാത്രം കണ്ട് ഒരു ബാങ്ക് ജോലി തിരഞ്ഞെടുത്താൽ എന്താകും അവസ്ഥ? രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ഒരേ കസേരയിലിരിക്കുന്നത് അയാൾക്ക് നരകതുല്യമായിരിക്കും. മാസാവസാനം ശമ്പളം വരുമ്പോൾ മാത്രം ഒരു സന്തോഷം തോന്നും. ബാക്കി 29 ദിവസവും അതൊരു തരം തടവറ തന്നെയാണ്. അതുപോലെ സമാധാനപ്രിയനായ ഒരാൾക്ക് പോലീസ് യൂണിഫോമിൻ്റെ ഗ്ലാമർ കണ്ട് ജോലി കൊടുത്താലോ, ദിവസവും ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അയാളുടെ മനസ്സിൻ്റെ താളം തന്നെ തെറ്റിപ്പോവും. ഇതിനെയാണ് നമ്മൾ വ്യക്തിത്വത്തിലെ പൊരുത്തക്കേടുകൾ അഥവാ പേഴ്സണാലിറ്റി മിസ്മാച്ച് എന്ന് വിളിക്കുന്നത്. നാലാമത്തെ വിഷയം, യുക്തിസഹജമായ തിരഞ്ഞെടുപ്പുകൾ. അതായത്, ഈ റീബൗണ്ട് ഡിഗ്രികൾ ഒഴിവാക്കുക എന്നത്. നമ്മുടെ പ്രാഥമിക ലക്ഷ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാറില്ലേ? പുറമെ ബന്ധമുണ്ടെന്ന് തോന്നുമെങ്കിലും തികച്ചും വ്യത്യസ്തമായ മേഖലകളായിരിക്കും നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കുക. നമ്മുടെ നാട്ടിലെ ഒരു പതിവ് രീതി നമുക്കൊന്ന് നോക്കാം. മെഡിസിൻ കിട്ടിയില്ല, ഉടനെ പോയി ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എടുക്കുക. ഈ മെഡിക്കൽ ഫീൽഡിനോടുള്ള ഒരു ചെറിയ സാമ്യം കൊണ്ട് മാത്രം എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ പലപ്പോഴും യുക്തിരഹിതമാണ് കേട്ടോ. കാരണം ഒരു ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് രോഗികളോടുള്ള സഹാനുഭൂതിയും
പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ക്ലിനിക്കൽ കഴിവുമാണ്. എന്നാൽ ഒരു ബയോടെക്നോളജിസ്റ്റിന് വേണ്ടത് എന്താണെന്നോ? മണിക്കൂറുകളോളം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിരിക്കാനുള്ള അപാരമായ ക്ഷമയും ഗവേഷണത്തിലുള്ള താൽപ്പര്യവുമാണ്. MBBS കിട്ടാത്തതിന്റെ വിഷമം തീർക്കാൻ മാത്രം ഈ കോഴ്സുകൾക്ക് പോയി ചേർന്നാൽ അത് വലിയ നിരാശയിലെ കലാശിക്കൂ. നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും തികച്ചും യുക്തിസഹജമായിരിക്കണം. അഞ്ചാമതായി, ഗോൾഡൻ ഹാൻഡ്കഫ്സ് അഥവാ വിട്ടുവീഴ്ചയുടെ വില എന്താണെന്ന് നോക്കാം. കാലങ്ങളോളം നിങ്ങളുടെ നൈസർഗിക കഴിവിനെയും യുക്തിയെയും അവഗണിക്കുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ്. പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളുടെ വില നമ്മൾ തിരിച്ചറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഇതിനെയാണ് കരിയർ ലോകത്ത് ഗോൾഡൻ ഹാൻഡ്കഫ്സ് അഥവാ സ്വർണ്ണവിലങ്ങുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഉയർന്ന ശമ്പളവും നമ്മൾ അതിനായി നിക്ഷേപിച്ച സമയവും കാരണം ഉപേക്ഷിക്കാൻ കഴിയാതെ ഒട്ടും താൽപ്പര്യമില്ലാത്തൊരു ജോലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥ. ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടി വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇതെനിക്ക് പറ്റിയ പണിയല്ലല്ലോ എന്ന് പലരും തിരിച്ചറിയുക. പക്ഷെ അപ്പോഴേക്കും എല്ലാ മാസവും കിട്ടുന്ന വലിയ ശമ്പളം അവരെ അവിടെ തന്നെ പിടിച്ചു നിർത്തും. ശരിക്കും സ്വർണം കൊണ്ട് നിർമ്മിച്ച വിലങ്ങുകൾ പോലെയാണത്. സാമ്പത്തിക ബാധ്യതകൾ കാരണം ജോലി വിടാനും പറ്റില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ജോലി ആസ്വദിക്കാനും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയാണത്. അപ്പോ അവസാനമായി അനുയോജ്യമായ കരിയർ എങ്ങനെ കണ്ടെത്താം? നിങ്ങൾക്കൊരു വഴികാട്ടി. ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇതിനൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായുമുണ്ട്. അക്കാദമിക തലത്തിലെ മാറ്റങ്ങളിൽ സ്വന്തം വിലയിരുത്തൽ എങ്ങനെ ഒരു കോമ്പസ് അഥവാ വഴികാട്ടിയായി ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കരിയറിന്റെ ഈ നിർണായക വഴിത്തിരിവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ചോയ്സുകൾ ഒരു ഒളിച്ചോട്ടമാകാതിരിക്കാൻ ഈ 3 ഘട്ടങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ഒന്നാമതായി, ഞാൻ ആരാണ് എന്ന് നൈസർഗികമായി തിരിച്ചറിയുക. ഞാനൊരു അന്തർമുഖനാണോ അതോ ബഹിർമുഖനാണോ? എനിക്ക് ആളുകളോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാനാണോ അതോ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണോ എളുപ്പം എന്ന് വിലയിരുത്തുക. രണ്ടാമതായി, ഒരു വിഷയത്തോടുള്ള പേടി കൊണ്ടാവരുത് മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് ആ പുതിയ വിഷയം പഠിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം. മൂന്നാമതായി, പുറമേയുള്ള ഗ്ലാമർ മാത്രം നോക്കാതെ ആ ജോലി നിങ്ങളുടെ ദൈനംദിന ജീവിതശൈലിയുമായി, അതായത് നിങ്ങളുടെ യാത്രാ താൽപ്പര്യങ്ങളും സമ്മർദ്ദം താങ്ങാനുള്ള ശേഷിയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ കാതലായ തത്വശാസ്ത്രം ഇതാണ്. കരിയർ എന്നത് ശരിക്കും അളവിന് തുന്നിയ ഒരു ഉടുപ്പ് പോലെയാണ്. നമുക്ക് പാകമാകാത്ത ഉടുപ്പിട്ട് നടന്നാൽ എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും, അല്ലേ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമുക്ക് ഇണങ്ങുന്ന, നമ്മുടെ കഴിവിനും സ്വഭാവത്തിനും യോജിച്ച മേഖലയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ കരിയർ തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വന്തം അളവുകൾക്കനുസരിച്ചായിരിക്കണം, അല്ലാതെ മറ്റൊരാളുടെ അളവുകൾക്കല്ല. അപ്പോൾ അവസാനമായി, നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. നിങ്ങളുടെ സ്വന്തം കഴിവുകളും താൽപ്പര്യങ്ങളും ജീവിതശൈലിയും വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അളവിന് കൃത്യമായി തുന്നിയ ആ കരിയർ ഏതായിരിക്കും? ഭയത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ മാച്ച് മേക്കിംഗ് ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങളുടെ സ്വന്തം വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഈയൊരു വിശദീകരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി.